നമസ്കാരം, ജനതാ ജേണൽ ന്യൂസിലേക്ക് സ്വാഗതം. കലോത്സവ നഗരിയിലെ ആളുകളുടെ ദാഹമകറ്റാൻ NSS ടീം അംഗങ്ങൾ പാനിപൂരിയും കുലുക്കി സർബത്തും ഉൾപ്പെടെ വിവിധ തരം ആഹാര സാധനങ്ങൾ ഇവിടെ വിറ്റുപോകുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ഞങ്ങളെ +2 ലീഡർ ഉണ്ട്, അവൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഫണ്ട് ശേഖരണവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? ആരാണ് ഇതിന് കൊണ്ടുവന്നത്? അത് ഞങ്ങൾ ഇപ്പോൾ ഒരു 25,000 രൂപ ഫണ്ട് കൊടുക്കണം. അതായത് വയനാട് വീട് നഷ്ടപ്പെട്ടവർക്കൊരു 150 വീട് നമ്മൾ NSSൻ്റെ യൂണിറ്റ് ഫുള്ളും സ്പോൺസർ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു യൂണിറ്റ് 25,000 രൂപ വെച്ച് കൊടുക്കണം എന്നൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി. അപ്പോൾ അത് ഇങ്ങനെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ് ഇത്. എങ്ങനെ ഒരു ഫുഡ് കോർട്ട് ഇട്ടാലോ, പിന്നെ അതിന് നല്ല ലാഭമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു 25,000 രൂപ ഉണ്ടാക്കാമെന്ന് വെച്ചു. അതാണിപ്പോൾ ഇങ്ങനെ ഒരു കോർട്ട് ഇട്ടത്. ഇതിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നത്? എത്ര പേര് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഏകദേശം ഞങ്ങൾ യൂണിറ്റ് മൊത്തം, അതായത് യൂണിറ്റിൽ 100 പേരുണ്ട്. 100 പേരും ഒരുമിച്ച് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ മെസ് ഡ്യൂട്ടിയും കാര്യങ്ങളായിട്ട് അതുണ്ട്. പിന്നെ ഈ ഫുഡ് കോർട്ടിൻ്റെ ഡ്യൂട്ടിയും എല്ലാതും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.